നാട്ടിലെ പോലെ പ്രവാസ ലോകത്തും ഡിമാൻഡാണ് ഫുട്ബോൾ അനൗൺസർമാർക്ക്. സൗദിയിൽ ഫുട്ബോൾ സീസൺ എത്തിയതോടെ കളി പറഞ്ഞ് മൈതാനങ്ങളെ ആവേശത്തിലാക്കുകയാണിവർ. വന്നാലും ഇവരുടെ തട്ട് താണു തന്നെയിരിക്കും. മക്കയിൽ നിന്ന് ഫുട്ബോളിൽ കമന്ററി പറയുന്ന ഷിഹാബിന്റെ കഥ കാണാം. എതിരാളികളുടെ ആക്രമണത്തിന്റെ കുന്തമുനകളിൽ നിന്നും ഒരു പുൽച്ചാടിയെ പോലെ വെട്ടിയൊഴിഞ്ഞ് എതിരാളികളുടെ വലക്കണ്ണികളും ഫുട്ബോൾ പ്രേമികളുടെ മനക്കണ്ണുകളും ഇളക്കിയുണർത്തി ആധുനിക കാൽപന്ത് കളിയുടെ വർണ്ണവിസ്മയ കാഴ്ചകൾ കായിക പ്രേമികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കായിക പ്രേമികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാൽപന്ത് കളിയുടെ വിസ്മയ കാഴ്ചകളുമായി മുന്നേറ്റ നിരയിൽ പ്രഗത്ഭരായ താരങ്ങൾ. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിലെ സെവൻസ് രാത്രികൾക്ക് ആവേശം പകർന്നിരുന്നതാണ് ഷിഹാബ്. ആധുനിക കാൽപന്ത് കളിയുടെ 18 അടവുകളും അതുക്ക് മേലെയും സ്വായത്തകമാക്കിയ ആധുനിക കാൽപന്ത് കളിയുടെ മിഷിഹ മെസ്സി. ജീവിതം ആ ശബ്ദം കൊണ്ട് പിടിച്ചു കെട്ടാവുന്നതല്ല. അങ്ങനെ എത്തിയതാണ് മക്കയിൽ. അങ്കപ്പണം നൽകി അഗ്രഗണ്യരായ അംഗചേകവന്മാരെ അങ്കത്തട്ടിലേക്ക് എത്തിക്കുന്ന ആധുനിക കാൽപന്ത് കളിയുടെ 18 അടവുകളും പയറ്റി തെളിഞ്ഞ പടയണി. മികച്ച കാലാവസ്ഥ എത്തിയതോടെ സൗദിയിലും മൈതാനങ്ങൾ നിറയുന്ന സമയമാണിത്. വിവിധ കൂട്ടായ്മകൾക്ക് കീഴിൽ 100 കണക്കിന് ടൂർണമെന്റുകളുണ്ട്. പച്ചപ്പുൽത്തകരിയിൽ ചാഞ്ചാടി നിൽക്കുന്ന പൂ പോലെ ഗോൾ ബാറിന് കീഴെ മിന്നുന്ന സേവുകളുമായി ടീമിന്റെ രക്ഷകനാകുന്ന ഗോൾ കീപ്പർ. ഗോൾ ബാറിന് കീഴെ കഴുകന്റെ കണ്ണുകളോടെ കാവലിരുന്ന് ഗോൾ വലയം ഭേദിക്കാനെത്തുന്ന എതിരാളികളുടെ ചാട്ടുളി കണക്കെയുള്ള ബോളുകളെ നിഷ്പ്രയാസം തന്റെ കരവലയത്തിലൊതുക്കുന്ന പ്രഗത്ഭനായ ഗോൾ കീപ്പറെ ഗോൾ വലയമേൽപ്പിച്ചു. ഇവിടെ കാറ്റ് നിറച്ചൊരു പന്തും ഒരു മാർക്ക് ചെയ്തൊരു കളിക്കളവും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ആവേശത്തിന് ഒരു കുറവുമില്ല. ഇവിടെ പിന്നെ എന്ന് പറഞ്ഞാൽ കളികൾ നടക്കുമ്പോൾ ആ കളിക്കളത്തിൽ ഇറങ്ങുന്ന ടീമുകൾ അവരെ ആ പേരും പെരുമയും നിലനിർത്താൻ അത്രയും സെറ്റപ്പ് ടീമുകളെ എല്ലാ പ്രാവശ്യവും കളിക്കളത്തിലെത്തിക്കും. അത് കളിക്കാർ തമ്മിലുള്ള വാശിയുണ്ട്, ക്ലബ്ബുകൾ തമ്മിലുള്ള വാശിയുണ്ട്. പ്രവാസ ലോകത്തും കഴിവ് മറച്ചു വെക്കാനാവുന്നില്ല. മാറ്ററുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പദങ്ങൾ, അതിൻ്റെ പ്രായോഗിക തലങ്ങൾ, അതോടൊപ്പം തന്നെ പ്രാസം ഒപ്പിച്ചിട്ടുള്ള ആ ഒഴുക്കിലുള്ള പറച്ചിലുകൾ, അതൊക്കെ അതിൽ വലിയൊരു ഘടകമാണ്. അത് നമ്മൾ ആ പറയുന്ന ആവേശം കാണികൾ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു അനൗൺസർ സക്സസ് ആകുന്നത്. ആ രീതിയിൽ നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടും. നമ്മൾ ഇത്രയും കാലത്തെ പരിചയത്തിൽ ഉള്ള ഒരു വിഷയമാണ് അത്. നമ്മൾ നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ച് അതിനുള്ള മാറ്ററുകൾ സെറ്റ് ചെയ്യുമ്പോൾ അത് ആളുകളിലേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും അതിനുള്ള റെസ്പോൺസ് നമുക്ക് അപ്പം തന്നെ ലഭിക്കുകയും ചെയ്യും. അത് ഈ നേരിട്ടുള്ള ഈ അനൗൺസ്മെൻറ്റിൽ നമ്മൾ വണ്ടിയിൽ നാട്ടിൽ അനൗൺസ് ചെയ്യുമ്പോഴും ഇവിടെ കളിക്കളത്തിൽ അനൗൺസ് ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകതയാണ്. കളിപറച്ചിലിന് സപ്പോർട്ടായി സൗദി സ്പോൺസറും കൂടെയുണ്ട്. ഒരു 10-15 വർഷത്തെ അവരുമായിട്ടൊരു പരിചയമുണ്ട്. അപ്പോൾ അവർക്കറിയാം ഞാൻ ഇങ്ങനെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ആവേശം പോലും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് വ്യാഴാഴ്ച കുറച്ച് നേരത്തെ പോകാൻ അവർ സമ്മതിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ഒരു മഗ്‌രിബിന് ശേഷം കടയിൽ നിന്ന് ഇറങ്ങിയാൽ നേരെ ജിദ്ദയിൽ വരും. വ്യാഴം വെള്ളിയും കൂടുതലായിട്ട് ജിദ്ദയിൽ പ്രോഗ്രാമുകളായിട്ടും കളികളായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു വലിയൊരു സപ്പോർട്ട് അതിലുണ്ട്. AI വന്നെങ്കിലും ലൈവ് അനൗൺസ്മെന്റ് ഒന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ എന്തൊക്കെ സംവിധാനങ്ങൾ വന്നാലും ആ ലൈവ് അനൗൺസ്മെൻറ്റിൻ്റെ ഒരു ആവേശം ഉണ്ടാക്കിയെടുക്കാൻ ഈ റെക്കോർഡിങ്ങുകൾക്കും AI സംവിധാനങ്ങൾക്കും ഒന്നും കഴിയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ ഒരു അങ്ങാടിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച സാധനമാണെങ്കിൽ അതിലുള്ളതേ വരൂ. പക്ഷേ ഏതാ സ്ഥാനത്ത് ഇപ്പോൾ നാട്ടിലെ ഒരു സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോട് തമ്മിൽ കളിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്നത് സൂപ്പർ സ്റ്റുഡിയോൻ്റെ ഫാൻസുള്ള ഒരു അങ്ങാടിയിലൂടെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ പറ്റി പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അവിടെ നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് അനൗൺസ്മെൻറ്റ് നടക്കുള്ളൂ. മുറുക്കിയെടുത്ത മുണ്ടും മുറിക്കയ്യൻ ബനിയനുമായി നഗ്നപാദങ്ങളായി ബൂട്ടണിഞ്ഞ ബ്രിട്ടീഷുകാരോട് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടി വിജയം കീഴടക്കിയ മാപ്പിളയുടെ പട. അത് നമ്മൾ മലപ്പുറത്തിനെ കുറിച്ചിട്ട് അന്ന് അത് ഈ പഴയ ആവേശം ഇതിലോട്ട്, അത് നമ്മളെ ഈ പടപ്പാട്ടുകളും അതുപോലെ തന്നെ ആ സംവിധാനങ്ങളൊക്കെ ഇതിലോട്ട് ഈ ആവേശം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു ശൈലി. ഏറെ പ്രതീക്ഷയോടെ സൗദിയിൽ വിരുന്നെത്തുന്ന ലോകകപ്പിനെ കാത്തിരിക്കുകയാണ് ഷിഹാബും. ലോകകപ്പ് വന്നാൽ ഇനി അത് എത്രത്തോളം ആവേശമായിട്ട് മാറും എന്നുള്ളത് വലിയ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഒരിതാണ്. ഇവിടെ നടക്കുന്ന ചെറിയ ഒരു കളികളുടെ തന്നെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പ് പോലെ ഒരു മഹാമാമാങ്കം സൗദിയിൽ ആദ്യമായിട്ട് എത്തുമ്പോൾ ഇവിടുത്തെ സ്വദേശികളെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ആവേശത്തിൽ വിദേശികൾ അതിൻ്റെ സപ്പോർട്ടീവായിട്ടും അതിൻ്റെ കാണികളായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു വലിയൊരു ചിന്തനയാണ്. ഇലക്ഷൻ നാട്ടിലാണെങ്കിലും ആവേശം കടൽ കടക്കുന്നു. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 20ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന ജനകീയ ജനപ്രിയ സാരഥി, നാം അറിയുന്ന നമ്മെ അറിയുന്ന, നാടറിയുന്ന നാടിനെ അറിയുന്ന, നാടിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും നമ്മിലൊരുവനായി നമ്മോടൊപ്പം നിലകൊള്ളുന്ന ജനകീയ ജനപ്രിയ സാരഥി.
ഏവർക്കും പ്രിയങ്കരനായ അങ്ങനെ അതിലെ ചിഹ്നം കാര്യങ്ങളും എടുത്തു പോകും. അങ്ങനെ ചിഹ്നം പറഞ്ഞതിന് ശേഷം ഇന്ന ആൾക്ക് ഇന്ന അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമേ എന്ന് സ്നേഹനിധികളായ ഉമ്മ പെങ്ങന്മാരോട്, ജ്യേഷ്ഠത്തി അനുജത്തിമാരോട്, ജ്യേഷ്ഠൻ അനുജന്മാരോട്, ഇത്ത കാരണവന്മാരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ സ്വരത്തിൽ അഭ്യർത്ഥിക്കും. തിരഞ്ഞെടുപ്പ് ആരവം മുറുകുന്നതോടെ ഷിഹാബും ഇഞ്ചുറി ടൈമിലേക്ക് മാറും. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ.